ചിന്തകളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമുക്കറിയാം, പല ചിന്തകളും നമ്മളെ യഥാർത്ഥത്തിലേക്ക് എത്തിക്കുന്നില്ല. അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ അകപ്പെട്ട ഒരു പ്രശ്നത്തെ മനസ്സിലാക്കുക. അത് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിൽ നിന്നും നഷ്ടപ്പെടുന്ന വേർപാട്, ചില ആളുകൾ നമുക്ക് നഷ്ടപ്പെടുന്ന വേർപാട്, അല്ലെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ നഷ്ടപ്പെടുക, ഇതൊക്കെ യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്, അതിൽ നിന്ന് റിക്കവറി ചെയ്യാനും അത് പിന്നെ നമ്മളെ വേട്ടയാടുകയുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എല്ലാ സമയത്തും അയാളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അയാൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഈ സമ്പത്തില്ല, അല്ല എൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ള ഈ വിഷമം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഓരോ ചിന്തകൾ കടന്നു വരുമ്പോൾ ഇത് യാഥാർത്ഥ്യവുമായി എത്ര കണ്ട് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ ഒരിക്കലും എൻ്റെ യാഥാർത്ഥ്യത്തോടു കൂടി മാത്രമേ എൻ്റെ സമ്പത്തിനെ ഞാൻ ചെലവാക്കുകയുള്ളൂ എന്നും ഒരിക്കലും ഞാൻ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടില്ല എന്നുള്ളൊരു ബോധവും നമുക്ക് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്.